എങ്ങനെയുണ്ട് ഇവിടെ രാഷ്ട്രീയം? രാഷ്ട്രീയം വെച്ചാൽ ഒരേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. കടുത്ത പോരാട്ടമായിരിക്കും. കരുത്ത പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പോരാട്ടമായിരിക്കും. അത് പ്രത്യേകിച്ച് ജോസഫും മാണിയും. അത് എന്തായാലും ഉറപ്പാണ്. 10 എന്തായാലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 20-20 നിൽക്കും. സ്ഥാനാർത്ഥികളെ കുറിച്ച് അഭിപ്രായം എന്താ? സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ നാടിന് നന്നായാൽ മതി. നാട് നന്നായാൽ മതി. ഇപ്പോഴത്തെ എം പി എങ്ങനെയുണ്ട്? ഇപ്പത്തെ എം പി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പോരാ. പോരാന്നേ ഉള്ളൂ. അത്ര പോരാ എന്നില്ല. ഇച്ചിരി പോരാന്നുള്ളൂ. കാരണം എന്താ പറയാ, നമ്മൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾ മടുത്ത്. പല കാര്യത്തിനും ഞങ്ങൾ പല ആൾക്കാരും പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. റോഡിന് വേണ്ടി തന്നെ അപേക്ഷ കൊടുത്ത്, ഓരോ കാര്യത്തിനും എല്ലാ കാര്യത്തിനും നമ്മൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾ മടുത്തിരിക്കുന്ന. ഇപ്പൊ ഞങ്ങൾ തന്നെ നമ്മളെ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് ഞങ്ങൾ ലൈഫ് മിഷൻ എം പിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. എം പിക്കല്ല, നമ്മൾ പല മന്ത്രിമാർക്കും കൊടുത്തു. മന്ത്രിയുടെ ഇതിൽ അപേക്ഷ വെച്ച് ഞങ്ങള് പിന്നെ ലൈഫ് മിഷൻ വെച്ച്, പക്ഷെ ഞങ്ങൾക്ക് വീട് കിട്ടുന്നില്ല. വേറെ ഒന്നല്ല, മത്സരം തീ മാറും. എന്തായാലും തീ മാറും. ഒരു 1.5 തീ മാറില്ലായിരിക്കും. ഈ തിരുനക്കരയിൽ ഇപ്പൊ എത്ര വർഷമായിട്ട് സെക്യൂരിറ്റി പണി ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഇന്ന് നമ്മള് സ്പെഷ്യൽ ഡ്യൂട്ടി കണ്ടിട്ടിരിക്കുന്നത്. ചില ഗവർണേഴ്സ് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിനോട് നമ്മൾ സെപ്പറേറ്റ് ഇട്ടതാ. ഇന്നലെ രാത്രി പോലെ ഞങ്ങളിവിടെ ഉണ്ട്. ഓക്കെ, വണ്ടർഫുൾ. അപ്പോൾ തിരുനക്കരയിൽ അപ്പൊ ഞാനും കൂടി യാത്ര ചലിച്ചാട്ടെ. ശരി, അപ്പോൾ ചൽ നമ്മുടെ തിരുനക്കര മൈതാനത്ത് നിന്നാണ് ഇനി നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ എം പിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? ബിജു. ബിജു. എന്താ പരിപാടി? ഞാൻ ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്തു. സ്വദേശം പാമ്പാടി തന്നെ. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇലക്ഷൻ ഈ യുവജനോത്സവത്തിന് എല്ലാ വർക്കും കഴിഞ്ഞു. ഇവിടുത്തെ നാളെ ഇന്ന് തുടങ്ങുമല്ലേ? മറ്റേ ഇലക്ഷനായിട്ട് കോളായിരിക്കുമല്ലോ. കട്ടൗട്ട് അത് തന്നെ ആയി വരുന്നു. വർക്ക് തുടങ്ങിയില്ല. എങ്ങനെ ഇവിടുത്തെ ഒരു അവസ്ഥ കോട്ടയത്ത്? ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത മത്സരമായിരിക്കും തീർച്ചയായിട്ടും. അതെ. ചായക്കാടൻ എങ്ങനെയുണ്ട്? ഫ്രാൻസിസ് ജോർജും അങ്ങനെ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് അത്ര അറിയത്തില്ല. ഇവിടെ എന്ത് ആർട്ട് വർക്കാ ചേട്ടൻ ചെയ്യുന്നത്? ഞാൻ ഈ കമാനൊക്കെ ചെയ്ത് പിന്നെ ബോർഡൊക്കെ കലോത്സവത്തിന് എല്ലാം റെഡിയായി കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും റെഡി. സ്റ്റേജും ചേട്ടനാണോ ചെയ്യുന്നത്? അതെ. അപ്പൊ സന്തോഷം. രാവിലെ കണ്ടത് സന്തോഷം. പാമ്പാടിക്ക് പോവാം. അതെ, പാമ്പാടി. ഓക്കെ. അപ്പോൾ നമ്മുടെ യാത്ര മുമ്പോട്ട് തുടരുകയാണ്. ചൽ. അപ്പോ പറഞ്ഞു വന്നത്, ഇനി നമുക്ക് അലി അക്ബർ ഷായിലേക്ക് പോകണം. കൊച്ചിയിലെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്ന് സർവകലാശാല MG സർവകലാശാല കലോത്സവമാണ്. നമസ്കാരം ചേച്ചി. എന്താ പേര്? ബിന്ദു. എവിടെ വീട്? ഇവിടെ എന്താ പരിപാടി? ലോട്ടറി വിൽക്കുക അല്ലെ? ഒരു ദിവസം എത്ര ലോട്ടറി പോകും? 200 ലോട്ടറി വിൽക്കും അല്ലെ? ഒരു ലോട്ടറി വിറ്റ് 6 രൂപ കിട്ടുമോ? 6 രൂപ കിട്ടും. 200 വിൽക്കണമെങ്കിൽ എത്ര സമയം വേണം? നല്ല ചൂടുണ്ട് അല്ലേ? ഇപ്പൊ വെള്ളമൊക്കെ കരുതിയിട്ടില്ലേ? കയ്യിൽ വെള്ളമൊക്കെ കരുതണം കേട്ടോ. നല്ല ചൂടാ. ശരി, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താ അഭിപ്രായം? മത്സരിക്കും. നല്ല മത്സരമായിരിക്കും ഇവിടെ. ആണ്. രണ്ടുപേരും നല്ല ആൾക്കാരാ. ശരി, താങ്ക് യു. ഓക്കെ.